ശ്രീ വേണുനായർ, കഴിഞ്ഞ ദിവസത്തെ ഭീകരാക്രമണം പഹൽഗാമിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ ഭാരതത്തെ ഞെട്ടിച്ചു. അതിലുമുപരി ഈ ഭീകരവാദത്തെ ഭീരുക്കളുടെ ഒരു നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിരപരാധികളായ ഒരു കൂട്ടം ജനതയെയാണ് അവരുടെ മതം നോക്കി പേര് ചോദിച്ച് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി കൊലപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അവർ അതേ ഭീരുക്കളെപ്പോലെ അവിടെ നിന്നും സ്ഥലം വിടുന്നു. എന്തായാലും അവർക്കായുള്ള തിരച്ചിൽ സൈന്യം ആരംഭിച്ചിട്ടുണ്ട്. കനത്ത തിരിച്ചടി തന്നെ നൽകും എന്ന് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്ക് ഈ ഭീകരാക്രമണത്തെ എങ്ങനെ കാണാം, ഇതിലെ പാകിസ്ഥാന്റെ പങ്കാളിത്തം, ലഷ്കർ ഇ തോയ്ബയുടെ നീക്കം, ഒപ്പം എവിടെയെങ്കിലും നമ്മളിത് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഇന്റലിജൻസ് അല്പമെങ്കിലും പിന്നോട്ടാഞ്ഞോ എന്നുള്ളതിലടക്കം താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? എല്ലാവർക്കും ജയ് ഹിന്ദ്. പെഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിൽ ദിവംഗതരായ 29 പേർക്ക് അന്ത്യാത്മജി അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. നമുക്ക് ഇങ്ങനെ ഒരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഉണ്ടായത്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ഉണ്ടായത് എന്നാണ് പറയേണ്ടത്. എങ്ങനെ ഇവിടെ ചെയ്തു, എന്തിനിവിടെ ചെയ്തു എന്നീ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എനിക്ക് ഈ കാശ്മീരിൽ ഒരു 8 വർഷം പല ഘട്ടങ്ങളിലായി പല റാങ്കുകളിലായിട്ട് സർവീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 വർഷം പറയേണ്ടത് ഈ മിലിറ്റൻസിയുടെ തുടക്കത്തിൽ 94-96 എൻ്റെ യൂണിറ്റ് ഞാൻ കമാൻഡ് ചെയ്യുന്നത് ശ്രീനഗർ ആൻഡ് അറൗണ്ട് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പറേഷണൽ റോളിൽ എൻ്റെ ബ്രിഗേഡിന്റെ കൂടെ ഇവിടെ എല്ലായിടത്തും നടക്കുവാനും സ്ഥലങ്ങൾ പരിചയപ്പെടുവാനും ഓപ്പറേഷനിൽ പങ്കെടുക്കുവാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ലേറ്റാപൂരിൽ കാൽനടയായിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാണല്ലോ പുൽവാമ ഉണ്ടായത്. ഊറിയിൽ പല തവണ പോയിട്ടുണ്ട്. LCയിൽ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മിലിറ്റൻസി കൂടുതലും ജമ്മു ശ്രീനഗർ വാലിയിലാണ് ഉണ്ടായത്. നോർത്ത് കാശ്മീർ ആയിരുന്നു അതിന്റെ താവളം. പിന്നെ അത് സൗത്ത് കാശ്മീരിലേക്ക് വന്നു. സൗത്ത് കാശ്മീരിലാണ് ഈ അനന്ത്നാഗ് ഡിസ്ട്രിക്ട്, ഈ പൽഗാം എന്ന് പറയുന്ന ഈ സ്ഥലം ഉൾപ്പെടുന്ന സ്ഥലം. അപ്പോൾ പ്രധാനമായിട്ടും ആർമിയുടെയും സെൻട്രൽ പോലീസ് ഫോഴ്സസിന്റെയും JNK പോലീസിന്റെയും ഒക്കെ ബലിദാനത്തിലൂടെയാണ് ഒരു സ്റ്റെബിലിറ്റി ഇൻ ദ ഏർലി 90s ഉണ്ടാക്കിയത്. അതിൽ ഏതാണ്ട് 50,000 കാഷ്വാലിറ്റീസ് ഞങ്ങൾ എല്ലാവരും കൂടി സഹിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ആർമിയാണ്. സിവിലിയന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും കാരണം എന്താണ്? JNK ഇന്ത്യയിൽ ചേരരുത് എന്ന്, ചേർന്നാലും അവരെ എങ്ങനെയാണെങ്കിലും നമ്മുടെ കൂടെ നിർത്തണം എന്നുള്ള ഒരു പാകിസ്ഥാൻ ഭരണകർത്താക്കളുടെ അത്യമോഹം ആയിരുന്നു. അത് ഇറ്റ് ഈസ് നോട്ട് എ ഫെയർ വൺ എന്ന് വെച്ചാൽ അതിന്റെ അന്നത്തെ ഭരണാധികാരി ആസ് പെർ ദ റിക്വയർമെന്റ് അക്സഷൻ ലിസ്റ്റ് സൈൻ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അവര് വിചാരിച്ചു ലഷ്കറിന്റെ കൂടെ വന്ന് പാകിസ്ഥാനി സൈനികരാണ് ഉണ്ടായിരുന്നത്, അവരുടെ കൂടെ അവിടുത്തെ ആവാം എന്ന് വെച്ചാൽ പബ്ലിക് കൂടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. 48 അതിനൊരു യുദ്ധവിരാമം ഉണ്ടാകുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് 65 വാർ ഓഫ് ജിബ്രാൾട്ടർ നടന്നു. അതും JNK വേർപെടുത്തുന്നതിനായിരുന്നു. അതും നടന്നില്ല. 71 വാർ നടന്നു. അപ്പോഴും വിചാരിച്ചു ഈ JNKയിലെ അവാം അവരുടെ കൂടെ നിൽക്കും. അതും നടന്നില്ല. 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. നമ്മൾ അവരെ നന്നായിട്ട് നോക്കി. ഒരു ഇയർ പ്ലസ് വളരെ ജനീവ കൺവെൻഷൻ അനുസരിച്ചാണ് അവരെ നോക്കിയത്. അത് കഴിഞ്ഞ് അവരെ നമ്മൾ പല കാര്യങ്ങളും ഇൻ ഹൈൻസൈറ്റ് നമുക്ക് പറയാം, പല കാര്യങ്ങളും നേർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്, പരമാർത്ഥമാണ്. അപ്പൊ അന്നത്തെ സ്ഥിതി പലർക്കും അറിയില്ലായിരിക്കും. എന്നാലും ഒരു ലോങ് വിഷൻ ഉണ്ടായിരുന്ന ഭരണാധികാരി ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ബാക്കി ശേഷമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് പലതും. അപ്പോൾ ഒരു കൺവെൻഷണൽ വാറിൽ നമ്മളെ ഇന്ത്യൻ ആർമിയെയും ഇന്ത്യയെയും കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യാഹ്യാ ഖാനാണ് ഈ 1000 കട്ട്സില് നമ്മളെ ബ്ലീഡ് ചെയ്യിച്ച് നമ്മളെ അടിയറ പറ്റിക്കാമെന്ന് കരുതി ഈ ഇവിടുത്തെ ഇൻസർജൻസി ഉണ്ടാകുന്നത് കാശ്മീരിലെ. അപ്പൊ അന്നത്തെ ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് പൊളിറ്റിക്കൽ ഫ്രണ്ട് ആയിരുന്നു. അവരുടെ മിലിറ്റന്റ് വിങ് ആയിട്ട് ഹിസ്ബുൾ മുജാഹിദീൻ ഉണ്ടായിരുന്നു.
അവരാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അപ്പൊ 87-ലാണ് ലഷ്കർ എ തോയ്ബ വരുന്നത്. 99-ലാണ് നമ്മുടെ ജയ്ഷെ മുഹമ്മദ് വരുന്നത്. ഇന്ത്യ ഭരണാധികാരികൾ എപ്പോഴും ഒരു റീകൺസിലിയേഷൻ മോഡിലായിരുന്നു. നമ്മുടെ 1999 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ വാജ്പേയിയുടെ ലാഹോർ യാത്ര നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് സമാധാനത്തിന്റെ വെള്ളക്കൊടിയുമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വാഗാ ബോർഡറിൽ വരി ലാഹോറേക്ക് പോയത്. പക്ഷെ അതിന്റെ പുറകെ അതേ സമയത്താണ് 99-ലെ കാർഗിൽ യുദ്ധത്തിനുള്ള പ്ലാനിങ്ങും അവരുടെ ഇൻഫിൽട്രേഷനും ഒക്കെ നടന്നത്. അത് അഗെയിൻ ദാറ്റ് വാസ് എ ഗ്രാൻഡ് പ്ലാൻ. അത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതിന്റെ ഫേസ് 1-ൽ തന്നെ പിടിച്ചു നിർത്താൻ നമുക്ക് നമ്മുടെ യങ് സോൾജിയേഴ്സിനും നമ്മുടെ ഒരു കമ്പൈൻഡ് എഫേർട്ട് കൊണ്ട് നമുക്ക് പറ്റി. അതിൽ നമുക്ക് അവര് അന്ന് നമുക്ക് മനസ്സിലാവല്ലോ, ന്യൂബ്ര ലൈറ്റ് ഇൻഫൻട്രിയിലെ പട്ടാളക്കാരെ അവരുടെ മൃതശരീരങ്ങൾ പോലും അവര് എടുത്തില്ല. അതാണ് അവരുടെ ഒരു ഇത്. എന്തുകൊണ്ടും ഈ ആർമിയും ആർമിക്കാരും ഇൻഫിൽട്രേറ്റേഴ്സും മിലിറ്റൻസും എല്ലാവർക്കും ഒരു അത്ര വകയില്ലാത്ത ജീവിതങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എന്ന് നോക്കിയാല് കുറച്ച് ദിവസം മുമ്പ് അവരുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആസിഫ് മുനീർ നടത്തിയ ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ എല്ലാവർക്കും അറിയുമായിരിക്കും. അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും പറയാമല്ലോ, അത് ഞാൻ എല്ലാം എടുത്തെടുത്ത് പറയണമെന്ന് വിശ്വസിക്കുന്നില്ല. അവരുടെ വിചാരം പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാരും സുപ്പീരിയർ ആണ് എല്ലാ വിധത്തിലും. അവരാണ് മുസ്ലിമിന്റെ രണ്ടാമത്തെ നല്ല രാജ്യം ഉണ്ടാക്കിയത് പ്രൊഫറ്റ് മുഹമ്മദിന് ശേഷം 1600 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനാണെന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു ഡയസ്പോറ അഡ്രസ് കൊണ്ട് ചെയ്ത് പറഞ്ഞത്. പക്ഷേ പല കാര്യങ്ങൾ അവിടെ തന്നെ അഹമ്മദീയരെ ഇതായിട്ട് കരുതുന്നു. അഫ്ഗാനിസ്ഥാനികൾ അവരെ ശരിക്കുള്ള മുസ്ലിംസ് ആയിട്ട് കരുതുന്നില്ല. അവര് തന്നെ 71-ല് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ പോയി. അപ്പോൾ എവിടെയാണ് അവരുടെ ഒരു കൂട്ടായ്മയോ അവരുടെ മതത്തിന്റെ രീതിയിൽ അവർ ചെയ്യുന്നത്? അവര് അവിടെ നടക്കുന്നത് പഞ്ചാബിലെ ഭരണമാണ്. ഇപ്പോൾ ഇത് നടത്താനുള്ള കാര്യം അവിടുത്തെ ആർമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇവിടുത്തെ പോർട്ട് കാശ്മീർ പോർട്ട് ഷുഡ് കീപ് ബോയിലിംഗ് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹവും. അതാണ് അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുള്ള ISI ആർമി ഒരു മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ആളുകളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലഷ്കർ എ തൊയ്ബയും ഈ ജയ്ഷെ മുഹമ്മദും ഒക്കെ. അതിന്റെ ഒരു മുമ്പിലെ ഈ നമ്മുടെ ഹോം ഗ്രോൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതില് വേറൊരു ഇത് പറയുന്നത് റെസിസ്റ്റന്റ് ഫ്രണ്ട്. നമ്മളതിനു മുമ്പ് വളരെ കേട്ടിട്ടില്ലാത്തതാണ്. അവരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തത്. പക്ഷെ ഇതിന്റെ പിന്നിൽ ലഷ്കർ എ തൊയ്ബയാണ്, ISI ആണ്, പാകിസ്ഥാൻ ആർമി ചീഫ് ആണ് എന്നുള്ളതിനൊന്നും സംശയമില്ല. പാകിസ്ഥാൻ ആർമി ചീഫിനെ പറ്റി ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഹോളി ഖുറാൻ ബൈ ഹാർട്ട് അറിയാം എന്നുള്ളതാണ്. അത് അവസരത്തിലും അനവസരത്തിലും എടുത്ത് കോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. യാഹ്യ കഴിഞ്ഞാൽ ഏറ്റവും ഒരു മുള്ള ജനറൽ ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ടാക്ടിക്സോ സ്ട്രാറ്റജിയോ വരുമോ എന്ന് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഏബിൾ ടു റീഡ് വാട്ട് ഈസ് ദ സ്ട്രാറ്റജി, ഹൗ ക്യാൻ ഹി ഇന്റിമിഡേറ്റ് ഇന്ത്യ എന്നുള്ളതിന്റെ ഇതേപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഡയസ്പോറയെ അന്ന് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും, സാധാരണ ഇന്ത്യയിലൊന്നും ഉണ്ടാകാത്തതാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഷരീഫ് അവിടെ ഓഡിയൻസിൽ ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് ഷോസ് ദാറ്റ് ദ പ്രസന്റ് ആർമി ചീഫ് ഈസ് ഡിഫാക്ടോ മാർഷൽ ലോ പ്രയോഗിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിലെ ആർമിയാണ്. അതെ, അതുമാത്രമല്ല നമുക്കറിയാമല്ലോ ഈ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലഷ്കർ ഇ തോയ്ബയുടെ തന്നെ ആ സംഘടനയുടെ വേരുകൾ ഊന്നിയിട്ടുള്ളതാണ് എന്നുള്ളത്. 2019 അത് രൂപീകൃതമാകുന്നത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം അന്ന് മുതൽ അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2024 ഒക്ടോബറിലും ഒരു ആക്രമണം ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ടായിരുന്നു.